ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ്. മിസോറാം ഗവർണറായിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ബി.ജെ.പിയിലെ ഏറ്റവും ശക്തനായ നേതാവായ കുമ്മനം തന്നെ വേണമെന്ന പാർട്ടിയുടെ നേതാക്കളുടെ നിരന്തരമായ ആവശ്യമാണ് കുമ്മനത്തെ തിരികെ കേരളത്തിലെത്തിച്ചത്. 1952 ഡിസംബർ 23 കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന സ്ഥലത്താണ് കുമ്മനം രാജശേഖരൻ ജനിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കോളേജായ കോട്ടയം CMS കോളേജിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി. 1974 കോട്ടയം ദീപികയിലാണ് അദ്ദേഹം തന്റെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കേരളത്തിലെ ഒട്ടേറെ മാധ്യമങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തു. രാഷ്ട്രവാർത്ത, കേരളദേശം, കേരളഭൂഷണം എന്നീ പത്രങ്ങളിൽ അദ്ദേഹം സബ് എഡിറ്റർ ആയിരുന്നു. മാധ്യമ പ്രവർത്തനത്തിന് താൽക്കാലികമായ വിരാമമിട്ടുകൊണ്ട് 1976 അദ്ദേഹം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായി സ്ഥാനമേറ്റു. ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് സംഘപ്രവർത്തനം തുടർന്ന കുമ്മനം രാജശേഖരൻ പിന്നീട് 1987 ജോലി രാജിവെച്ച് മുഴുവൻ സമയവും പൊതുപ്രവർത്തകനായി മാറുകയായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത്, കേരള സംരക്ഷണ സമിതി എന്നിവയുടെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവായി ഉയർന്നു. നിലയ്ക്കൽ പ്രക്ഷോഭത്തിലും ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരായ സമരത്തിലും നേതൃത്വം വഹിച്ചു. ഹിന്ദു ഐക്യവേദിയുടെയും ശബരിമല അയ്യപ്പ സേവാ സംഘത്തിന്റെയും സെക്രട്ടറി ആയിരുന്നു കുമ്മനം രാജശേഖരൻ. 2011 ജന്മഭൂമി പത്രത്തിന്റെ ചെയർമാനായ കുമ്മനം രാജശേഖരൻ 2015 ബി.ജെ.പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായി. കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. അധ്യക്ഷനായ ശേഷമാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ടായത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഏറ്റെടുത്ത എല്ലാ പദ്ധതികളും ചുമതലകളും ഭംഗിയായി നിറവേറ്റുന്ന കുമ്മനം രാജശേഖരൻ 2018 മെയ് 29 മിസോറാം ഗവർണറായി ചുമതലയേറ്റു. എന്നാൽ ഇദ്ദേഹം പദവിയേറ്റ് 1 വർഷം തികയും മുമ്പ് തന്നെ 2019 മാർച്ച് 8 ഗവർണർ പദവി രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കുമ്മനത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കണമെന്ന RSSന്റെയും പാർട്ടിയിലെ ഭൂരിപക്ഷം പ്രവർത്തകരുടെയും ആവശ്യത്തെ തുടർന്നാണ് കുമ്മനത്തിന്റെ രാജി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ കുമ്മനം രാജശേഖരന്റെ പങ്കും സംഭാവനകളും തന്നെയാണ് അദ്ദേഹത്തെ ശക്തനും ജനപ്രിയനുമായ നേതാവാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.